ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ട് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അതേപോലെ ഇതാ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പപ്സ് ഉണ്ടാക്കാൻ വിചാരിച്ച് അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ മുൻപ് കാണിച്ചതിനെ കൊണ്ട് ഇപ്പോൾ റെസിപ്പി സെപ്പറേറ്റ് വേണമെങ്കിൽ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട്. 2 സ്നാക്സും പത്തിരിയും കറി ആക്കണം കേട്ടോ. അപ്പോൾ ഇതാ അതിലേക്കുള്ള ഉള്ളി മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അരിപ്പത്തിരിക്കില്ല, അതാണ് അതിൽ അരിപ്പത്തിരും ഒരു സ്പൂണ് പഞ്ചസാരയും ജീരകവും കരിഞ്ജീരകം കേട്ടോ. അപ്പോൾ ഇതാ പപ്സൊക്കെ ഉണ്ടാക്കി സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് ചിക്കൻ കറിയാണ്. ചിക്കൻ കറിൻ്റെ കൂടെ നമ്മളൊന്ന് സോയാബീൻ ഇടുന്നു. ചിക്കന് കുറച്ചും സോയാബീനും, അത് ചിക്കൻ വേവിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ കേട്ടോ ഇടേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, അതിൻ്റെ ഫ്ലേവറൊക്കെ ഈ സോയാബീനിലേക്ക് പിടിക്കുമ്പോൾ. അപ്പോൾ അത് വേകുമ്പോഴത്തേനും ഇതാ ഇവിടെ പത്തിരി ഉമ്മ പരുത്തുന്നുണ്ട്. ചെറിയൊരു വട്ടത്തിൽ പരുത്തത് പൊരിച്ചെടുക്കുകയും ചെയ്യും, നമുക്ക് ചുട്ടെടുക്കുകയും ചെയ്യും കേട്ടോ. ഇതാ ഈ ഒരു രീതിയിൽ. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ പരുത്തേണ്ടത്. അപ്പോൾ ഞാനിത് ഇവിടെ ഇത് പൊരിക്കുകയാണ്. പൊരിച്ചെടുത്താൽ അതിൻ്റെ ടേസ്റ്റ് കൂടും. ഇത് പൊരിച്ചെടുത്തുള്ള പത്തിരിയാണിത്. അപ്പോൾ ആ പാനിലാണ് ഞാൻ എന്താക്കി പപ്സ് പൊരിച്ച്, അതുപോലെ തന്നെ ഉള്ളിവടൻ്റെ മാവ് ഉണ്ടാക്കിയിട്ട് പൊരിക്കാൻ നേരത്ത് ഓട്സ് ഇടാം. ഓട്സ് ഇട്ടിട്ട് പൊരിക്കുമ്പോൾ നല്ല ക്രിസ്പി നല്ല ടേസ്റ്റായിട്ട് പൊരിച്ച് കഴിയാൻ നേരത്തെ ഞാൻ വീഡിയോ എടുത്ത് തന്നെ. അങ്ങനെ പപ്സും പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഓട്സ് പൊരിച്ചതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം എല്ലാം പണിയൊക്കെ കഴിഞ്ഞൊക്കെ സെറ്റായി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ, സെപ്പറേറ്റ് റെസിപ്പി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ കിച്ചണൊക്കെ സെറ്റാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നോമ്പ് തുറന്നാൽ പിന്നെ പണി ഉണ്ടാവില്ലല്ലോ. നോമ്പ് തുറന്നാൽ പിന്നെ ആകെ ക്ഷീണമായിരിക്കും. അപ്പോൾ ഇതാ ഇൻഷാ അല്ലാഹ് ബാങ്ക് കൊടുക്കാനായിരിക്കണേ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താം. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.